ഹായ് ഗൈസ്, നമ്മൾ 2025 അവസാന വീഡിയോ ആണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസിൻ്റെ അങ്ങോട്ടാണ്. അവിടെ കുറച്ച് ന്യൂ ഇയറിൻ്റെ പാർട്ടിയും പരിപാടികളെല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് കുറച്ച് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അതിന് മുന്നേയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനി പുതിയ പുതിയ കണ്ടൻസ് പല പല കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ കഴിച്ച് നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അവർ നമ്മളെ പരിപാടിയുടെ ഫസ്റ്റ് കാര്യമായിട്ടുള്ള ചിക്കൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് അരിയാൻ വയ്യാതുള്ള നേരെ കത്തി എൻ്റെ തന്നു. ഞാൻ പിന്നെ അത് കയറിയിരുന്ന അരിഞ്ഞ് അങ്ങനെ അരിഞ്ഞ് അതിൻ്റെ എങ്ങനെയൊക്കെയോ അത് കട്ട് ചെയ്ത് എടുത്തൊരു 4-5 പീസാണ്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞങ്ങൾ നേരെ ഈ പാത്രത്തിട്ട് കഴുകുവാണ്. കഴുകുന്നതിന് മുന്നേ ജസ്റ്റ് നല്ലോണം ഒന്ന് വരയാന്ന് വെച്ച് അങ്ങനെ ചിക്കൻ്റെ കാലൊക്കെ എടുത്ത് നല്ല രീതിയിൽ നിന്ന് വരഞ്ഞ് വൃത്തിയാക്കി ഞങ്ങൾ നല്ലോണം വരയിട്ട് നോക്കി. പറ്റുന്നത്രയും വരയൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പുറത്തുണ്ടോന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് നോക്കിയാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ എന്താ ഒരു പൂച്ച വന്നിരുന്നത് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇയാൾക്കെല്ലാം കൊടുത്തിട്ട് ശേഷം ഞങ്ങൾ നേരെ അതിനുള്ള എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു ട്രിപ്പ് വെള്ളം കൂടെ കഴുകുന്നത്രയും നല്ലതായിരിക്കും. ശേഷം നല്ല വൃത്തിയാക്കി ഞങ്ങൾ ജസ്റ്റ് ഒരു പാത്രത്തിനകത്തോട്ട് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറി. എന്നിട്ട് ഞങ്ങൾ നേരെ സാധനം എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നേരെ ഞങ്ങൾ നമ്മളെ ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടുവച്ചു. ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടുവച്ചിട്ട് നേരെ നമ്മളിതാ ഉച്ചയാവുന്നേ ഉള്ളൂ. അതിന് ഞങ്ങൾ നേരെ നമ്മളെ യൂനോ കളിക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരും ചേർന്ന് യൂനോ കളിക്കുവാണ്. ഞാൻ ആദ്യമേ ജയിച്ച് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്താൽ ഇവരെല്ലാവരും അവിടെ ജയിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ യൂനോകൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നേരെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ നമ്മളെ കറിയുടെ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചിക്കൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഉള്ളി അരിയുന്നു, ഒരാൾ ഉള്ളി തുളിക്കുന്നു, എന്തൊക്കെയോ കുറച്ച് പരിപാടികളില്ല. അപ്പുറത്തോ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനാണ് ആ ഉള്ളി അരിയുന്നത്, സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കുക. അപ്പോൾ എൻ്റെ മസിനും ഉണ്ട്. പിന്നെ ഇതാണ്ട് എത്ര സാധനങ്ങളാണ് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി മല്ലിയെല്ലാം എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാക്കി അരിഞ്ഞ് നേരെ ഇതെല്ലാം ഇട്ട് അടിച്ച് സെറ്റാക്കണം. നമ്മൾ ആദ്യമേ അടിച്ച് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ ബാക്കി സാധനങ്ങൾ ഇട്ട് നമ്മൾ സെറ്റാക്കി അടിച്ചെടുത്ത് അവസാനം അടിച്ചതാ ഇത് നമ്മൾ അവസാനത്തെ ട്രിപ്പുള്ള സാധനങ്ങളാണ്. ഉള്ളി എല്ലാം അടിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതും അങ്ങ് അടിച്ചു. അതും അടിച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള കൂട്ട് മസാലകളും സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്യുക. ആദ്യമേ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം ജീരകപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം അത് മിക്സാക്കി മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇതാണ് മഞ്ഞപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഇത്തിരി മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടുണ്ട്, കുറച്ച് മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഗരം മസാല കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉപ്പ്, മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അവസാനം അത് ഫുള്ളായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് ഇട്ട് നേരെ ചിക്കനകത്ത് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വരഞ്ഞെടുത്തെല്ലാം ഒരു ഗ്യാപ്പ് പോലും ഇവിടെ നല്ല ക്ലീനായിട്ട് സെറ്റായിട്ട് ചെയ്തതിന് ശേഷം അത് അങ്ങ് അടച്ച് വെച്ചു. അത് അടച്ച് നേരെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയി ചോറ് കഴിച്ച് തീർന്നുടനെ ഞങ്ങൾ നമ്മുടെ വർക്കല പോകാനുള്ള ടൈമായി. നേരെ ഒരു 7 മണിയാണ്ടായ ടൈം. ആ ടൈം ഇപ്പോൾ നമ്മൾ നേരെ വർക്കല പോകാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് നേരെ കാർ എടുത്തിട്ട് പോയിട്ടുണ്ട്. നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കല ശിവഗിരിയിൽ പരിപാടി എടുക്കാം. അങ്ങോട്ടൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത്. ഇവിടുന്ന് എൻട്രൻസ് എന്ന് പറയാനായിട്ട് ഇവിടുന്ന് തൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ കുറച്ച് തീർത്ഥാടകർ ഇവിടെ ഉള്ളവരാണോ എന്തോ കുറച്ച് പേര് പോകുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പോയി നേരെ പോയി വണ്ടി അങ്ങ് ഒതുക്കി. നേരെ അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ വ്യൂ നോക്കി നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഇത് നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ഇവിടുത്തെ ചെറിയ ചെറിയ വീഡിയോസും ക്ലിപ്സ് എല്ലാം കണ്ടിട്ട് വരാവേ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വന്നപ്പോൾ ഇവർക്ക് വയ്യാന്ന് പറഞ്ഞു, തളർന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒത്തിരി സ്ഥലത്ത് ഇരുന്നേനെ. അവിടെ ഇങ്ങനെ നടക്കമുണ്ട്. അങ്ങനെ നേരെ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ അങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കാണാം. ഞങ്ങൾ നേരെ അതിനൊക്കെ കയറി കണ്ട് അവിടെ കുറി ഇരിപ്പുണ്ടായിരുന്നു. നമ്മളവിടെ പോയി കുറിയിടാത്ത ഒരു പരിപാടിയില്ല. അതിനെ നേരെ ഒരു ചെറിയ ഇതിലൊന്ന് കുറിയും തൊട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇറങ്ങി പോയത് കുറേ കറങ്ങിയതിന് ശേഷം നമുക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ സ്പോട്ടിൽ വന്നു. ചായക്കട അവിടെ കണ്ടോളൂ. അങ്ങനെ നേരെ അവിടെ കയറി ഞങ്ങളൊരു 3 പേര് 3 ചായയും പറഞ്ഞ് അവർക്കൊന്നും വേണ്ട, അവൾ വെറുതെ അങ്ങനെ 3 പേരും ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് അവിടെ നിൽക്കുവാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെയും നമുക്ക് കുറച്ച് മുന്നിലോട്ടൊക്കെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞാൽ നേരെ മുന്നോട്ട് നടന്നപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വളകളും കമ്മലും മാത്രം, വേറെ ഒന്നുമില്ല. ഇവിടെ മറ്റേ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും കാർ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് നോക്കിയാണെന്ന് പക്ഷേ ആ സാധനം മാത്രം കണ്ടില്ല. അതായത് പിന്നെ നോക്കിയില്ല, നേരെ പോയതാ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ഉച്ച ലേറ്റ് ആയപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തീയൊക്കെ കത്തിച്ച് സെറ്റ് ആയിട്ടുണ്ടേ. തീയൊക്കെ കത്തിച്ച് ഇവനെ ഞാനിവിടെ നിന്ന് തീയൊക്കെ കത്തിച്ച് തീയുള്ള പരിപാടികളെല്ലാം ചെയ്ത് സെറ്റാക്കി കൊടുക്കണേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ കനലെല്ലാം സെറ്റ് ആയിരുന്നു. കനലൊക്കെ സെറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ വെച്ച് സെറ്റാക്കാന്ന് പറഞ്ഞ് ചിക്കൻ വയ്ക്കുവാണേ. സെൻട്രലോട്ട് വെച്ചോ, ഒതുക്കി വെക്കൂ.
ചൂടാ? അത് നിവർത്തി വെക്കണടി. രണ്ട് കൈ വെച്ച് പരത്തി അത് വെക്കണം. അങ്ങനെ വെച്ചാലും മതി. പൊക്കിടൊന്ന് വിടർത്തി വെച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ പറ്റത്തില്ലടാ. അത് സെന്ററിലോട്ട് ഒതുക്കി വെക്കണം. സെന്ററിലെ കനൽ കൂടുതൽ. അടിയിൽ ഞാൻ ഇതെല്ലാം നിവർത്തി വെച്ചോ. അങ്ങനെയുള്ള ചിക്കൻ്റെ ഒരു സൈഡ് വന്ന് അങ്ങനെ രണ്ടാമതായിട്ട് തിരിച്ചിട്ട് കനലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ബട്ട് ഇതൊക്കെ കഴിയപ്പോൾ ഒരു വലിയൊരു അബദ്ധം പറ്റുന്നുണ്ട്. നോക്കിയോ, ഇത് ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കൊടുത്തിട്ട് മയണൈസ് അടിക്കാൻ പറഞ്ഞു. അവൻ പോയി മയണൈസ് അടിച്ച്. ബട്ട് അവൻ ആദ്യത്തെ ട്രിപ്പിനകത്ത് എണ്ണയും ബാക്കി ഐറ്റംസ് എല്ലാം മയണൈസിനകത്ത് മുട്ട കഴിക്കാൻ പറഞ്ഞു. മയോണൈസ് അടിച്ചത് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കവർ എണ്ണ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ വെള്ളം കണക്കായി. നേരത്തെ ആയി മതി എന്നുള്ളത് ഞങ്ങൾ കഴിക്കാൻ വന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് അതിനകത്ത് മയണൈസ് ആവുന്നില്ല. അങ്ങനെ നമ്മളെ ന്യൂ ഇയറിൻ്റെ അൽഫാമിലെ ചെറിയൊരു ഫ്ലോപ്പ് പറ്റി. അത് 2025 26 നമുക്ക് പുതുതായിട്ട് തുടങ്ങാമെന്ന് വെച്ച് നേരെ നമ്മൾ മയണൈസ് ഒഴിവാക്കി നേരെ നമ്മൾ ചിക്കനും പൊറോട്ടയും മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. എന്തായാലും കുഴപ്പമില്ല. അത് നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അതിൻ്റെ ട്രോളി ആയാലും ഒരു ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരൊറ്റ ഫ്ലോപ്പ് മാത്രമേ വെച്ചോളൂ അല്ലേ. മയണൈസിൻ്റെ ഒരൊറ്റ കുറവ്. മയണൈസ് അടിച്ച വീര അതിപ്പം മതിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ന്യൂ ഇയർ പാർട്ടി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മുടെ Day 1 ആണ് ജനുവരിയിലെ, നമ്മുടെ 2020 ഫസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നോ നാളെ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ വീഡിയോ എഡിറ്റിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പം പറയുകയാണെങ്കിൽ നേരെ കമൻറ്റ് പോയി പറഞ്ഞു. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ വേണം വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ലവ് യു ആൾ. ഓക്കെ, ബൈ.